CPM നേതാക്കൾ കരുതുന്നത് പോലെ അത്ര നിസാരമല്ല കാര്യങ്ങൾ. അതായത് കമ്പനി നിയമപ്രകാരം 6 മാസം മുതൽ 10 വർഷം വരെ തടവും പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് വീണ വിജയനെതിരെ കണ്ടെത്തിയിരിക്കുന്നത്. ED അന്വേഷിക്കുന്ന കേസിൽ അറസ്റ്റിനും സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. വീണ വിജയനെ രക്ഷിക്കാൻ സഖാക്കന്മാരുടെ പട തന്നെ ഇറങ്ങിയിട്ടും വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നിയമം അതിൻ്റെ വഴിക്ക് പോകും. സമരം എത്ര ചെയ്തിട്ടും കാര്യമില്ല. കള്ളന്മാരെ രക്ഷിക്കുക എന്നതല്ലാതെ പാവപ്പെട്ട അണികൾക്ക് വേറെ പണിയില്ലല്ലോ എന്ന് ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ പിണറായി വിജയനാണെങ്കിൽ ക്യാപ്സൂൾ ഇറക്കി രക്ഷപ്പെടുത്താമായിരുന്നു. എന്നാൽ ഇത് മകളുടെ കാര്യമാണ്. അത് പാർട്ടിയുടെ അജണ്ടയിൽ വരുന്ന കാര്യമല്ല. വീണ വിജയനെ സംരക്ഷിക്കാൻ ഇങ്ങനെ തുള്ളേണ്ട ആവശ്യമില്ല എന്ന് സഖാക്കന്മാരുടെ വീട്ടിൽ നിന്ന് തന്നെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. എന്നിട്ടും പ്രവർത്തകരെ തെരുവിലിറക്കിയത് അങ്ങേയറ്റം നാണക്കേടായി മാറിയിട്ടുണ്ട്. എന്നിട്ടും വീണ വിജയനെ രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അഥവാ SFIO കുറ്റപത്രം സമർപ്പിച്ചൊരു കേസിലെ വിചാരണ സാധ്യമായ എല്ലാ മാർഗത്തിലൂടെയും CMRL എന്ന കരിമണൽ കമ്പനി തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ രംഗപ്രവേശം അതിശക്തമായി വന്നത്. SFIO കേസിലെ വിചാരണയ്ക്ക് സ്റ്റേ വാങ്ങാൻ CMRLന് കഴിഞ്ഞെങ്കിലും അവരുടെ കണ്ടെത്തലിനെ അടിസ്ഥാനമാക്കിയാണ് ഈ കള്ളപ്പണ ഇടപാട് പരിശോധിക്കാൻ ED മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിലടക്കം എത്തിയത് എന്നോർക്കണം. ഡൽഹിയിലെയും കേരളത്തിലെയും ഹൈക്കോടതികളിലായി 2 കേസും എറണാകുളത്തെ പ്രത്യേക കോടതിയിൽ SFIOയുടെ കുറ്റപത്രവുമാണ് CMRL എക്സാലോജിക് ഇടപാടിൽ ഇപ്പോഴുള്ളത്. 2023 ജൂണിൽ ആദായ നികുതി ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിലാണ് വീണ വിജയനും കമ്പനിക്കുമെതിരെയുള്ള പരാമർശങ്ങൾ CMRL കമ്പനി ഉദ്യോഗസ്ഥരുടെ മൊഴിയുടെ രൂപത്തിൽ ഇടം പിടിച്ചത്. 1,72,00,000 രൂപ നൽകിയെന്നായിരുന്നു ബോർഡിൻ്റെ ഉത്തരവിൽ ഉണ്ടായിരുന്നത് എങ്കിൽ CMRLൻ്റെ സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നൽകിയതുൾപ്പെടെ 2,70,00,000 രൂപ ലഭിച്ചു എന്നായിരുന്നു SFIOയുടെ കണ്ടെത്തൽ. കമ്പനി നിയമപ്രകാരം അത് 6 മാസം മുതൽ 10 വർഷം വരെ തടവും പിഴയും ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് വീണ വിജയനെതിരെ വന്നിരിക്കുന്നത്. ഇനി എത്ര തെരുവിൽ കിടന്ന് ഒച്ച വച്ചാലും വീണ വിജയനെ അത്ര എളുപ്പത്തിൽ ഒരു സഖാവിനും രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. 1 വർഷം മുൻപ് കുറ്റപത്രം എറണാകുളത്തെ പ്രത്യേക കോടതിയിൽ സമർപ്പിച്ചതാണ്. എന്നാൽ പ്രതികൾക്ക് സമൻസ് നൽകിയതിന് ശേഷം മാത്രമേ കുറ്റപത്രം അംഗീകരിക്കാൻ പാടുള്ളൂ എന്ന CMRLൻ്റെ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി വിചാരണ സ്റ്റേ ചെയ്തിരിക്കുകയും ചെയ്യുന്നു. കേസ് ജൂലൈ 7-ന് പരിഗണിക്കാൻ പോവുകയാണ്. അതിനിടയിലാണ് ഈ നൂലാമാലകളെല്ലാം വന്നിരിക്കുന്നത്. SFIOയുടെ അന്വേഷണ പരിധിയിലുള്ളത് കമ്പനി നിയമത്തിലെ ക്രമക്കേട് മാത്രം ആയതിനാൽ അഴിമതിയും കള്ളപ്പണം ഇടപാടും ധാതുമണൽ കൊള്ളയും അന്വേഷിക്കാൻ ED, ആണവോർജ വകുപ്പ്, CBI എന്നിവരോട് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് ഷോൺ ജോർജ് തന്നെ കേരള ഹൈക്കോടതിയിൽ മറ്റൊരു ഹർജിയും നൽകിയിട്ടുണ്ട്. എതിർകക്ഷികൾക്ക് കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ് അതുപ്രകാരം. ഇതിനിടെയാണ് ഇപ്പോൾ EDയുടെ രംഗപ്രവേശം എന്നുള്ളത് വീണ വിജയനെ കുഴപ്പിക്കുന്നുണ്ട്. ഈ കേസിൻ്റെ തുടക്കത്തിൽ തന്നെ ED പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നുവെങ്കിലും CMRLൻ്റെ ഹർജിയിൽ അത് സ്റ്റേ ചെയ്തിരുന്നു. SFIO കുറ്റപത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴുള്ള ഈ രണ്ടാം വരവ്. ഇതിനെതിരെ CMRL നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയതോടെയാണ് ഇന്നലത്തെ റെയ്ഡിലേക്ക് അവർ എത്തിയത്. SFIO സ്റ്റേ നീങ്ങിയാൽ വിചാരണ തുടങ്ങാം. SFIO കേസിൽ ഡൽഹി ഹൈക്കോടതിയുടെ സ്റ്റേ നീങ്ങിയാൽ വിചാരണ അപ്പോൾ തന്നെ തുടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അറസ്റ്റിൻ്റെ ആവശ്യം ഉണ്ടാകില്ല എന്നും പറയുന്നു. എന്നാൽ ED അന്വേഷിക്കുന്ന കേസിൽ അറസ്റ്റിനും സാധ്യതയുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. അറസ്റ്റ് ആരിൽ വരെ എത്തുമെന്നത് ഇപ്പോൾ കേരളം കാത്തിരിക്കുകയാണ്. SFIO കുറ്റപത്രത്തിനെതിരെ CMRL നിയമ നടപടി തുടരുന്നുണ്ട് എങ്കിലും 3-ാം പ്രതിയായ വീണ വിജയൻ അതിന് മുതിർന്നിട്ടില്ല. അതിൽ തന്നെ എല്ലാമുണ്ട്. അങ്ങനെ CPMൻ്റെ സമരം ഇനി എത്ര നടന്നാലും പിണറായി വിജയനും കുടുംബത്തിനും വരാൻ പോകുന്നത് വലിയ പണി തന്നെ എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്.